നമ്മുടെ നാട്ടിലെ ഓണം എത്തി. അപ്പൊ കായംകുളത്തെ ഓണ വിശേഷങ്ങൾ നമുക്ക് സീഡിനെറ്റിലൂടെ കാണാം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കായംകുളത്ത് KSRTCയുടെ അടുത്താണ്. അപ്പൊ ഇവിടെ കുറെ ചേട്ടന്മാരെല്ലാം ജോലിയും തിരക്കൊക്കെ ആയിട്ട് നിപ്പുണ്ട്. ഇവരുടെയൊക്കെ ഓണം എന്തായി, തിരക്കൊക്കെ എന്തായി നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് ഓണം? എവിടെ വീട്? എവിടാ വീട്? ചങ്ങളങ്കര. ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓണത്തിന് നല്ല മിതമായിട്ട് കച്ചവടങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. മഴയൊക്കെ മാറി എല്ലാവരും സന്തോഷത്തോടു കൂടിയൊക്കെ ഉണ്ടായിരുന്ന കാലാവസ്ഥയാണ്. എല്ലാരും ഓണത്തിന്റെ തിരക്കിലാണോ? എല്ലാരും ഓണത്തിന്റെ തിരക്കിലാണ്. ഓണമൊക്കെ എന്തായി കായംകുളം? കായംകുളം ഇതുണ്ട് അടിച്ചു പൊളിക്കല്ലേ. 20-ാം തീയതി പുതിയ കടയുടെ ഓപ്പണിങ്. കായംകുളത്തെ ഓണം വിശേഷങ്ങൾ കായംകുളത്തെ ഓട്ടോ ചേട്ടന്മാരോട് ചോദിക്കാം. അപ്പൊ കായംകുളത്തെ എല്ലാ തിരക്കിനകത്തും സാധനങ്ങൾ മേടിക്കാനും എല്ലാം നമ്മൾ ആശ്രയിക്കുന്ന ഓട്ടോ ചേട്ടന്മാരെ. അപ്പൊ അവരോട് നമുക്ക് ഈ വട്ടത്തെ ഓണം വിശേഷങ്ങൾ ചോദിക്കാം. ഹായ്, പേരെന്താ? ചേട്ടന്റെ പേരെന്താ? എവിടെ വീട്? എവിടെ? രണ്ടുപേരുടെയും കായംകുളത്താ. എങ്ങനെയുണ്ട് ഈ വട്ടത്തെ ഓണം ഒക്കെ? എവിടെ വരെ ആയി? കുഴപ്പമില്ല. എല്ലാ വട്ടത്തെ പോലെ തിരക്കൊക്കെ ഉണ്ടോ? അപ്പൊ മഴയൊക്കെ മാറി വരിക. നിങ്ങൾക്ക് തിരക്കില്ല. എല്ലാരും സാധനങ്ങളൊക്കെ മേടിക്കാൻ നിങ്ങളുടെ അടുത്തല്ലേ വരുന്നേ, കൂടെ പോവാനും ഒക്കെ. അങ്ങനെ പറഞ്ഞേ ഓട്ടം മോശ. സാറിന് ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാവും, ഉറപ്പായിട്ടും അടിപൊളിയാവും. പിന്നെ എന്തുണ്ട് ഓണ വിശേഷം? വീട്ടിലൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചോ? എല്ലാം ഓണക്കോടിയൊക്കെ എടുത്തോ? ഹായ്, പേരെന്താ? എന്റെ പേര് വാഹിദ്. ചേട്ടന്റെ പേരെന്താ? എന്തായി ഓണമൊക്കെ? എവിടെ വരെ ആയി? ഓണമൊക്കെ അടിപൊളിയല്ലേ. എല്ലാ വട്ടത്തെ പോലെ തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ റൂട്ട് തിരക്ക് കുറവാ. അതെന്ത് പറ്റി? നമ്മുടെ റെയിലൊക്കെ ആണോ? എങ്ങനെയുണ്ട് എല്ലാ വട്ടത്തെ പോലെ ഓണം? പഴയ പോലെ ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഓണമൊക്കെ ആഘോഷിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള പുലൂസ് ഇല്ല. അതെന്ത് പറ്റി? ഇത് നിരന്ന് കിടക്കുന്നുണ്ടല്ലേ വണ്ടി. പണ്ടത്തെ പോലെ ഓണം അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റുന്നതാണോ പറയുന്നത്? ഇല്ലെന്ന് പറഞ്ഞാൽ കാശ് വേണ്ടേ ഓണം ആഘോഷിക്കാൻ. ഓണം ഉള്ളത് പോലെ ഓണം ആഘോഷിക്കണം എന്നല്ലേ നമ്മള് പറയുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാ പറയുന്നത്. ഓണം ഓട്ടം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓണം ആഘോഷിച്ചിരിക്കും. ഓട്ടം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓണം ആഘോഷിക്കും. വീട്ടിലൊക്കെ ഓണം ഒരുങ്ങിയോ? ആ, ഒരുങ്ങി. പണ്ടത്തെ ഓണത്തെ വിശേഷം പറ. ചെറുപ്രായത്തിലുള്ള ഊഞ്ഞാലാട്ടം, അത്തപ്പൂടല്. ഇപ്പൊ ഒന്നുമില്ലേ? അപ്പൊ അതിനൊന്നും സമയമില്ല ആളുകൾക്ക്. അങ്ങനെ പറയല്ലേ. അതിനുള്ള സമയം ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ ഇതിനൊക്കെ ഓടാനൊക്കെ തോന്നും. സമയൊക്കെ വരും. ഊഞ്ഞാലാണാൻ സമയമില്ല ആളെ. പിള്ളേർ സമയൊക്കെ വരും. കെട്ടാൻ സ്ഥലമില്ല. മാവെല്ലാം മുറിച്ചാളെ. സമയൊക്കെ വരും. സമയം കിട്ടുന്നില്ലേ? ഓണം എത്താറല്ലേ ഉള്ളൂ. 2 ദിവസത്തെ സമയം കാണും. ഓണം ഓടി കഴിഞ്ഞാൽ 2 ദിവസം ലീവ് എടുക്കും. ഇവിടെ നിങ്ങൾ എല്ലാവരോടും ആഘോഷിക്കാറുണ്ടോ ഓണം? പാട്ടും ബഹളവും ഒക്കെ ആയിട്ട്. ചേച്ചി പേരെന്താ? എങ്ങനെയുണ്ട് ഓണം? ഓണം പർച്ചേസിന് ഇറങ്ങിയാണോ? അയ്യോ, ഓണമൊക്കെ എന്തായി? വീട്ടിലൊക്കെ ഓണം ഒരുങ്ങിയോ? എപ്പോഴത്തെ പോലെ ഓണം ആഘോഷിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. അപ്പൊ വലുതായിട്ടൊന്നും ഇല്ല. അയ്യോ, ഓണം സാധനങ്ങളൊക്കെ മേടിച്ച് വീടൊക്കെ ഒരുങ്ങി വൃത്തിയൊക്കെ ആക്കിയോ? എങ്ങനെ പോകുന്നു? ഓണം വിശേഷം പറ. ഓണവിശേഷം ഓണം അങ്ങനെ വരുന്നല്ലേ ഉള്ളൂ. ഇനി കിടക്കുന്ന ഒരാഴ്ച. പാട്ട് പാടുവോ നമുക്ക് വേണ്ടി? പാട്ടൊന്നും അറിയില്ല. അപ്പൊ ചേച്ചി ഓണമൊക്കെ അടിച്ചു പൊളിക്ക്, സാധനങ്ങളൊക്കെ മേടിച്ച് ഓണമൊക്കെ ഒരുങ്ങി. ചേച്ചിയുടെ പേരെന്താ? ജുബി. എങ്ങനെയുണ്ട് ഓണം ഈ വർഷത്തെ? നന്നായി പോകുന്നു. ഓണം ഒരുക്കൊക്കെ ഒരുങ്ങിയോ? വീട്ടിലെല്ലാം റെഡി ആയോ? അത് ഒരുക്കമെന്ന് പറയുമ്പോ ആദ്യം വീട് വൃത്തിയാക്കലാണല്ലോ. വീട് വൃത്തിയാക്കൽ കഴിഞ്ഞു. മാവേലിയെ വര വെക്കാൻ എല്ലാം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അത്തം 10 ദിവസം അത്തപ്പൊക്കെ ഇടുവോ? അതൊന്നും ഇല്ല, എന്നാലും ഒരു ദിവസം ഇടും. ഉത്രാടത്തിന് അന്നിടും. അതെ, ഓക്കെ. അപ്പൊ കോടതിയിലെ ഓണമൊക്കെ എന്തായി? കോടതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഓണാഘോഷം. ഞങ്ങളെല്ലാരും ഒരുമയോടുകൂടിയാണ് ഇവിടെ ഓണാഘോഷം. അടിച്ചു പൊളിച്ച് ഈ വർഷത്തെ ഓണം അപ്പൊ അടിച്ചു പൊളിക്കും. അതെ, തീർച്ചയായിട്ടും. എല്ലാ വർഷത്തെക്കാളും അടിച്ചു പൊളിക്കും. തീർച്ചയായിട്ടും. എല്ലാ വർഷത്തെ ഓണം അടിപൊളി ആവട്ടെ. ഇനി വരുന്ന ഓണം അടിപൊളി ആവട്ടെ. ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. താങ്ക് യു. അപ്പൊ നമുക്ക് ഓണം വിശേഷം ഇവിടെ അപ്പൂപ്പനും അമ്മൂമ്മ ഇരിപ്പുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. അവരോട് പഴയ ഓണ വിശേഷങ്ങളൊക്കെ തിരക്കാം. അപ്പൂപ്പന്റെ പേരെന്താ? എന്റെ പേര് റസംകുട്ടി. അമ്മൂമ്മയുടെ പേരെന്താ? എങ്ങനെയുണ്ട് ഓണം വിശേഷം? ഓണം കച്ചവടം വരും മോശമാ. എങ്ങനെയുണ്ട് പഴയ ഓണത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ ഓണം എങ്ങനെയുണ്ട്? പഴയ ഓണമാണ് എനിക്കിഷ്ടം. അതാണ് അതിന്റെ ഒരു പവർ. ഊഞ്ഞാലാടുക, പന്ത് കളിക്കുക, തുമ്പി തുള്ളുക. ഇപ്പൊ അതൊന്നുമില്ല. അന്നും ഇന്നും സാപ്പാട് വെച്ച് കഴിക്കുക മാത്രമുള്ളതാണോ പറയുന്നത്? അത്രേ ഉള്ളൂ. പണ്ടത്തെ ഓണം മോളെ നല്ല ഓണം. പണ്ട് ഭയങ്കര എനർജി ആയിരുന്നു. എല്ലാരും തിരുവാതിര കളിയും പിന്നെ ഊഞ്ഞാലാട്ടവും അത്തപ്പവും. ഇപ്പഴും ഞങ്ങളുടെ വീട്ടിൽ ഊഞ്ഞാലിടും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് അത്തപ്പൂ ഇടും. സദ്യയൊക്കെ വറക്കാറുണ്ട്. ഉപ്പേരി ഇപ്പൊ വറപ്പൊന്നും ഇല്ല. ഇപ്പൊ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കും. ഈ വട്ടം ഉപ്പേരി വറക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പറയല്ലേ. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ വീട്ടില്? ഓ ഇല്ല മോളെ. ഓണക്കോടി എടുത്തോ? ഓണക്കോടി ഒന്നും എടുത്തില്ല. ഞാൻ മക്കളൊക്കെ കൊണ്ടുവന്ന് തരും. എല്ലാരും വരും. അപ്പൊ ഓണത്തിന് എല്ലാരും ഒരുമിച്ച് കൂടും ഒരു വീട്ടില്.
അപ്പൊ നടക്കട്ടെ, ഹാപ്പി ഓണം. അപ്പൊ ഇവിടെ ചെരുപ്പ് മേടിക്കാൻ എല്ലാവരും റെഡി ആയി നിൽക്കുന്നു. എനിക്ക് ഓണത്തിന്റെ പർച്ചേസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം അതെന്തായിരുന്നു. ചേച്ചിയുടെ പേരെന്താ? സിമി. എങ്ങനെയുണ്ട്, ഓണം പർച്ചേസിന് ഇറങ്ങിയാണോ? അല്ല, ആയി. പേരെന്താ? എങ്ങനെയുണ്ട്, ഓണം പർച്ചേസിനൊക്കെ ഇറങ്ങി എല്ലാം സെറ്റായോ? ഇല്ല, തുടങ്ങുന്നേ തുടങ്ങുന്നേ ഉള്ളൂ. ചെരുപ്പ് ഓണത്തിന്റെ പർച്ചേസിംഗ് ആയിട്ട് തുടങ്ങിയാണോ? കണ്ടപ്പോ കേറി. അപ്പൊ ഓണൊക്കെ ഒരുങ്ങി അടിപൊളിയാവാറായി എല്ലാ വട്ടത്തെയും പോലെ. റിഡക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മള് കേറി. റിഡക്ഷൻ ഉണ്ടല്ലേ. ചേട്ടന്റെ പേരെന്താ? ഓണ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരുക്കങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. നമ്മുടെ സ്റ്റോക്കൊക്കെ ഇങ്ങനെ. വീട്ടിലൊക്കെ ഓണം ഒരുങ്ങിയോ? വീട്ടിൽ ഓണം ആയി ഇങ്ങനെ വരുന്നോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും എൻ്റെ ഒരു പടിവാദത്തിലേക്ക് നിൽക്കുകയാണ്. ഇപ്പൊ ഓണം സന്തോഷമാണോ ഈ വട്ടം? സന്തോഷമാണ്, ഹാപ്പിയാണ്. എല്ലാ വട്ടത്തെയും പോലെ എല്ലാ വട്ടത്തെയും നല്ലൊരു അടിപൊളിയാണ്. ഈ വട്ടം അടിപൊളിയാവട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അമീറിന് എങ്ങനെയുണ്ട് ഓണമൊക്കെ ഈ വട്ടത്തെ? ഓണം ഇങ്ങനെ ആഘോഷിക്കും വരുമല്ലേ, ആൾക്കാർ വന്നോണ്ടിരിക്കല്ലേ. എല്ലാ ഓണം പർച്ചേസിംഗിനായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. ഓഫർ ഉണ്ട്. ഒരു ചെരുപ്പിന് 1 കൊടുക്കുന്നുണ്ട്. ആഹാ, അടിപൊളിയാണല്ലോ. പിന്നെ 50% ഓഫ് കൊടുക്കുന്നുണ്ട്. ഓണവിശേഷങ്ങൾ പറ. ഓണത്തിന്റെ ആണ് ആൾക്കാർ തിരക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, കച്ചവടം എല്ലാം സെറ്റായി. ടൗണിൽ തിരക്കൊക്കെ ആയി തുടങ്ങിയോ? തിരക്കായി തുടങ്ങി. എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു. ഏട്ടോ, സദ്യയൊക്കെ റെഡിയാക്കാനുള്ള എല്ലാം വീട്ടിലൊക്കെ ഒരുങ്ങി എല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം അത്തപ്പൊക്കെ ഇടാൻ റെഡിയാണ്. അപ്പൊ ഹാപ്പിയാണ്. ഹാപ്പി ഓണം. സിറ്റി ഫുഡ് ഓണത്തിന്റെ എല്ലാ ആഘോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. അടിച്ചു പൊളിക്കാൻ. രണ്ട് ചേച്ചിമാർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തായി ഓണമൊക്കെ എത്താറായി. ഓണമല്ല, ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങള് ഡ്രസ് എടുക്കാൻ ഇറങ്ങി, ഓണക്കോടി എടുക്കാൻ ഇറങ്ങിയതാ. ഇറങ്ങി. എല്ലാ വട്ടത്തെ പോലെ ഓണം ഒരുങ്ങാൻ ഇറങ്ങിയതാ. പിന്നെ എല്ലാ വട്ടത്തെ പോലെ അല്ല, ഈ പ്രാവശ്യം ഒന്നുകൂടെ ഹാപ്പിയാ. ഫാമിലി മഹാബലി അല്ലല്ല, ഫാമിലിയുടെ മോളുടെ ഒക്കെ ജോലിയായി. അതുകൊണ്ട് എല്ലാ KSRTC വർക്ക് ചെയ്യുന്നത്. ആണോ? എല്ലാ വട്ടം അത്തപ്പൊക്കെ ഇടാറുണ്ടോ? എല്ലാ വട്ടവും ഞാനിടും. പിള്ളേർക്ക് 10 ദിവസം ഇടാറുണ്ടോ? 10 ദിവസം ഇടാറുണ്ട്. അപ്പം ഉത്രാട പാച്ചിലൊക്കെ ആ സമയത്തേക്കൊക്കെ ഇറങ്ങുമോ കായംകുളത്ത്? ഓഫീസില് അപ്പൊ സെലിബ്രേഷൻ. അതെ, ഓഫീസിൽ ഓണം ആഘോഷിക്കാറുണ്ട്. ഭയങ്കര സെലിബ്രേഷനാ. പേരെന്താ? അനശ്വര. എങ്ങനെയുണ്ട് ഓണം? കോളേജിലൊക്കെ ഓണം സെലിബ്രേഷൻ? ഈ അടുത്ത വീക്ക് സെലിബ്രേഷൻ. സാരി എടുക്കാൻ വന്നായിരിക്കും ഓണത്തിന്. അപ്പൊ ഓണത്തെ എല്ലാം അടിച്ചു പൊളിക്കട്ടെ. കോളേജിലൊക്കെ അടിപൊളിയാവട്ടെ. ആർക്കാ ജോലി എവിടെ കിട്ടിയേ? ദുബായി പോയി. മോള് ഫാർമസിസ്റ്റാ. അപ്പൊ ഓണത്തിന് വരുമോ? ഇല്ല, ഇപ്പൊ പോയതേള്ളൂ 9-ാം തീയതി. അപ്പൊ മൊത്തത്തിൽ അടിപൊളിയായി വട്ടത്തെ ഓണം. സന്തോഷം. മോള് BSc കാർഡിയാക്ക് ആയിരുന്നു. ഇപ്പൊ ഇവിടെ പരിമല എല്ലാരും മൊത്തത്തിൽ ഈ വട്ടത്തെ ഓണം കളറാ. ഈ വട്ടത്തെ ഓണം എപ്പോഴത്തെയും പോലെ അടിച്ചു പൊളിക്കുക, സന്തോഷിക്കുക. അപ്പൊ ഹാപ്പിയാണ്. നമുക്ക് ഓണത്തിന് സദ്യക്ക് ആവശ്യമായിട്ടുള്ള അച്ചാറുകൾക്ക് വേണ്ടിയുള്ള മാങ്ങ എല്ലാം, നാരങ്ങ എല്ലാം ആയിട്ടുള്ള ഒരു ചേട്ടനോട് ഇപ്പൊ നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഓണ വിശേഷമൊക്കെ എന്തായി. ചേട്ടാ പേരെന്താ? എവിടാ വീടെവിടാ? ഇവിടെ തന്നെ. അപ്പൊ എങ്ങനെയുണ്ട് ഓണം പർച്ചേസിംഗ് ഒക്കെ? കച്ചവടമൊക്കെ അടിപൊളിയാണോ? അച്ചാറിനുള്ള ഐറ്റംസ് ആണല്ലോ ഇതെല്ലാം. എല്ലാ ഐറ്റംസും ഉണ്ട്. എങ്ങനെയുണ്ട് ഓണം വിശേഷം പറ. കഴിഞ്ഞ വർഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ വട്ടവും ആഘോഷിക്കാറുണ്ടോ? അത്തപ്പൊക്കെ ഇട്ട് എല്ലാ വട്ടവും അടിപൊളിയാ. പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ടത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വട്ടത്തെ എന്താ മാറ്റം വന്നെന്താ? അപ്പൊ 10 ദിവസം അത്തപ്പൊക്കെ ഇടാറുണ്ടോ വീട്ടിൽ? വീട്ടിലെല്ലാരും ഒരുങ്ങിയോ? അപ്പൊ നടക്കട്ടെ. അപ്പൊ ഹാപ്പി ഓണം. കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓണമായിട്ട് ഹാപ്പി ഓണം. ഹായ് ഹായ് ഹായ്. പേരെന്താ? കേട്ടില്ല. മാജിദ. എങ്ങനെയുണ്ട് ഓണം പർച്ചേസിന് ഇറങ്ങിയാണോ? ഓണം പർച്ചേസ് ഒക്കെ എന്തായി? എടുത്തോ? കോളേജിലേക്ക് ഓണസാരി എടുക്കാൻ, ഓണ സെലിബ്രേഷൻ ഉള്ള സാരി എടുക്കാൻ വന്ന എടുത്തോ? ഇല്ല, എടുക്കാൻ വന്നേ. വീട്ടിൽ ഓണം ആഘോഷിക്കാറുണ്ടോ? സദ്യയൊക്കെ ഒരുക്കി. എങ്ങനെയായി? എല്ലാ വട്ടത്തെയും പോലെ തന്നെയാണോ ഈ വട്ടം? അതെ. എവിടാ പഠിക്കുന്നേ? കൊല്ലം ലോ കോളേജ്. ഓ, അപ്പൊ അവിടുത്തെ ഓണാഘോഷത്തിന് എന്നാ? 21-ാം തീയതി. ഓക്കെ, അവിടുത്തെ ഓണാഘോഷത്തിന് വേണ്ടി റെഡിയായോ? നിങ്ങളുടെയൊക്കെ എന്തായി? പേരെന്താ? യാമീൻ. സ്കൂളിലൊക്കെ ഓണ സെലിബ്രേഷൻ ആയോ? ഇല്ല, വരുന്ന പരീക്ഷയ്ക്ക്. പരീക്ഷയാണോ? അത് കഴിഞ്ഞ ഓണ സെലിബ്രേഷൻ ഉള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്തോ? സ്കൂളിൽ പോവാൻ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് മേടിക്കാൻ വന്നു. അവിടെ മേടിക്കാൻ വന്ന. അപ്പൊ അമ്മയുടെ പേരെന്താ? ഫസീല. ഓണമൊക്കെ എന്തായി? പിള്ളേർ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വന്ന സ്കൂളിലേക്ക് സെലിബ്രേഷൻ അല്ലേ? അതെ. ഓണമൊക്കെ അടിപൊളിയായി. അപ്പൊ ഹാപ്പിയാണോ? നമ്മൾ ബസ് കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തായിരുന്നു. പേരെന്താ? വീട്ടില. എങ്ങനെയുണ്ട്? എവിടെ വീട്? എവിടാ? ഓണം പർച്ചേസിന് ഇറങ്ങിയാണോ? എന്തായി ഓണമൊക്കെ ഈ വട്ടത്തെ? ഓണമൊക്കെ ഒരുങ്ങാറായി വീട്ടില്? വീടൊക്കെ എല്ലാം സെറ്റ് ആയി ആണെങ്കിലും കുഴപ്പമില്ല. നല്ല ഓണത്തിനൊക്കെ നല്ലോണം ആഘോഷിക്കുന്നു. ഓണക്കോടി എടുത്തോ? എടുക്കണം. പണ്ടത്തെ ഓണം ഇപ്പോഴത്തെ ഓണത്തും തമ്മിൽ വ്യത്യാസമുണ്ട്.
ഒരുപാട് വ്യത്യാസമുണ്ട്. ഒത്തിരി വ്യത്യാസമുണ്ട്. പറ ഒരു വ്യത്യാസം പറ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ പണ്ടെല്ലാരും കൂടെ ഒരുമിച്ചൊക്കെ ഇരുന്ന് നല്ല ഓണക്കളികളും മറ്റു സദ്യകളൊക്കെ ഇപ്പൊ അങ്ങനെ ഇല്ല. എല്ലാരും കുടുംബത്തിലെ അണുകുടുംബങ്ങളായോണ്ട് ഇപ്പൊ അങ്ങനെ കുടുംബത്തിൽ നിന്ന് എല്ലാരും ഇപ്പൊ ഒത്തുകൂടാറുണ്ടോ? എല്ലാവരും ഒരു ദിവസം ഒത്തുകൂടി സദ്യയൊക്കെ ആയിട്ട് അടിച്ചുപൊളിയാ. അപ്പൊ ഹാപ്പി ആണോ? ചേട്ടാ പേരെന്താ? രാജീവ്. എങ്ങനെ ഓണമൊക്കെ എവിടെ വരെ ആയി? ഓണം അടുത്തോണ്ടിരിക്കുന്നു. ഓണം എത്താറായി. ഇപ്പം പർച്ചേസ് ഒക്കെ തുടങ്ങിയോ വീട്ടിൽ? വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും. ഓണക്കോടി എടുത്തോ? ഇല്ല, ഓണക്കോടി എടുത്തില്ല. ഓണക്കോടിയൊക്കെ എടുക്കാറായി. എങ്ങനെ എല്ലാരും വീട്ടിലെല്ലാരും എല്ലാ വട്ടം ഓണം ആഘോഷിക്കാറുണ്ടോ? കുഴപ്പമില്ല. ഫാമിലി എല്ലാരും കൂടെ ഒത്തുകൂടി ഈ വട്ടത്തെ ഓണം അടിപൊളി ആവട്ടെ. ഹാപ്പി ഓണം. ഇവിടെ ഒരു ചേച്ചി നിപ്പുണ്ട്. നമുക്ക് ചേച്ചിയോട് ചോദിച്ചു നോക്കാം എന്തായി ഓണം ആഘോഷങ്ങളൊക്കെ. എന്തായി? പേരെന്താ? റാണി പേര്. വീട് എവിടാ? വീട് കല്ലുമല. ഓണം സെലിബ്രേഷന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നതാണോ? അല്ല, ഞാനിവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആ കൂട്ടത്തിൽ ഓണ സെലിബ്രേഷനുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. തുടങ്ങി ഓണത്തിന് വേണ്ടി വീടൊക്കെ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നു. ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഭയങ്കര ഹാപ്പി. എല്ലാ വട്ടത്തെ പോലെ അതിലും ഹാപ്പിയാണ്. അതെ. അപ്പൊ എങ്ങനെയുണ്ട്? പണ്ട് എങ്ങനെയായിരുന്നു ഓണമൊക്കെ? പണ്ടൊന്നും നമുക്ക് ഇത്ര ഒരുക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം കാലം അങ്ങോട്ട് മാറി മാറി വരുന്തോറും ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കൂടി കൂടി വരുന്നു. എന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടെങ്കിലും ആൾക്കാർ അതിലൊക്കെ ഉപരിയായിട്ട് ഓണത്തിന് ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നു. ഓണത്തിന്റെ ദിവസം എല്ലാം മറന്ന് നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി പാട്ട് പാടുവോ ഞങ്ങൾക്ക് വേണ്ടി ഓണത്തിന്? എനിക്കറിയാം, പാട്ട് പാടും. ഓണം വന്നോണം വന്നോണം വന്നേ, ഓണപ്പൂപാലത്തും ഓണം വന്നേ, ഓണം വന്നോണം വന്നോണം വന്നേ. അടിപൊളി പാട്ടാണല്ലോ. ഓണത്തിന്റെ ദിവസം എല്ലാരും തിരിയുമ്പോ പാട്ട് പാടണം കേട്ടോ. പാടണം. അപ്പൊ എല്ലാരുമായിട്ട് അടിച്ചു പൊളിക്കട്ടെ. ഓണം ഹാപ്പി ആണോ? പേരെന്താ? അയാൻ. ഓണ സെലിബ്രേഷൻ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നാണോ? എടുക്കാൻ വന്നാണോ? അതെ, ഓൾമോസ്റ്റ് ഓണക്കോടി എടുക്കാൻ വന്നു. ഓണക്കോടി എടുത്തതിന്റെ ഹാപ്പിനെസ്സിലാണോ? സ്കൂളിലൊക്കെ സെലിബ്രേഷൻ തുടങ്ങിയോ? ആവാറായോ? തുടങ്ങും, ഇനിയിപ്പോ ഏകദേശം തുടങ്ങാറായി. ഓണൊക്കെ വീട്ടിലൊക്കെ ഓണം ഒരുങ്ങാറായി. അതെ അതെ, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ വട്ടം? എല്ലാ വട്ടത്തെയും പോലെ തന്നെയാണോ ഈ വട്ടം? ഹാപ്പിയാ? പഠിച്ചു പൊളിക്കുക. ഹാപ്പി ആണോ? അതെ, നിങ്ങൾക്ക് ഓണാശംസ. താങ്ക് യു. പേരെന്താ? പേര് സുചേന്ദ്രൻ. എങ്ങനെയുണ്ട് ഈ വട്ടത്തെ ഓണം ആഘോഷിക്കുക? ഓണമൊക്കെ കുഴപ്പമൊന്നുമില്ല. മഴയില്ലാതിരുന്ന ആളുകൾക്കെല്ലാം മഴ കുറഞ്ഞു തുടങ്ങി. ഓണം എത്താറായപ്പോ മഴ കുറഞ്ഞെന്ന് തോന്നുന്നല്ലേ? എങ്ങനെയുണ്ട്? ഓണം പർച്ചേസിന് ഇറങ്ങിയാണോ? അതെ അതെ. ഓണൊക്കെ മേടിച്ചോ? മേടിച്ചു. വൈഫിൽ അവിടെ ഒരു കടയിലോട്ട് പോയി. ഓണക്കോടി എടുത്തു വന്നിട്ട്? ഓണക്കോടി എടുത്തു. ഓണക്കാടി 2-3 ദിവസത്തേക്ക് മുമ്പേ എടുത്തു. ഇത് കൊച്ചുമോക്ക് എടുത്താ. ഓ, അപ്പൊ മക്കളൊക്കെ വരും ഓണത്തിന് വീട്ടിൽ ആഘോഷിക്കാൻ? എല്ലാം സെറ്റ് ആയിട്ടിരിക്കുക. എല്ലാ മക്കളെയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ, സദ്യയൊക്കെ ആയിട്ട്. പിന്നെ എന്തുണ്ട് ഓണവിശേഷം പറ? പണ്ടത്തെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ടത്തെ ഓണത്തിന്റെ അത്ര ഇപ്പോഴത്തെ ഓണം ഇല്ല. ഇപ്പൊ മക്കളെ കൊച്ചുമക്കളൊക്കെ ആയിട്ടുള്ള ഓണം മാത്രമേ ഉള്ളൂ. ഓ, പിന്നെ മറ്റേ അതല്ല. പഴയ ഓണവും പുതിയ ഓണം തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുന്നു. പഴയ ഓണവും പുതിയ ഓണവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, പഴയതാകുമ്പം പണ്ട് ഈ ഇപ്പോഴത്തെ പോലെ അല്ല. പണ്ട് തിരുവാതിര, മറ്റുള്ള കളികള്, ഊഞ്ഞാലാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ തിരുവാതിര കളി, പിന്നെ കുടമൂതിക്കളി, എല്ലാരും വീട്ടിൽ തന്നെ ചെറുതായിട്ട് ഓണം ആഘോഷിക്കും. തിരുവോണത്തിന് അതല്ല അയ്യങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി കൂട്ടുകാരൊക്കെ ആയിട്ട് അടുത്ത വീട്ടിൽ പോയി അവര് തിരുവാതിര കളിയാ പണ്ട് കൂടുതൽ. ബന്ധുക്കളൊക്കെ വരുമോ ഈ വട്ടം ഓണത്തിന്? എല്ലാരും വീട്ടിലേക്ക് വരും. എല്ലാരും അടിച്ചു പൊളിക്കട്ടെ. അപ്പൊ ഹാപ്പിയാണോ? ഇവിടെ ഒരു മാഡം നിപ്പുണ്ട്. മാഡത്തിന്റെ ഓണം വിശേഷങ്ങൾ എന്താണെന്ന് ചോദിക്കാം. പേരെന്താ? പേര് മുംതാസ്. എങ്ങനെയുണ്ട്? ഓണം പർച്ചേസ് ആയിട്ട് ഇറങ്ങിയാണോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഇറങ്ങിയാണോ? നമ്മുടെ ഡെയിലി ഉള്ള പർച്ചേസിന് ഇറങ്ങിയത്. ഓണമൊക്കെ എത്താറായി. അപ്പൊ എന്താ കേട്ടത് ഓണം പരിപാടികളൊക്കെ? ഓണം നമ്മള് നന്നായിട്ട് ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും. പിന്നെ ഓണം പരിപാടി കോളേജിലെ ഓണാഘോഷത്തോടു കൂടിയാണ് എന്റെ ഓണപരിപാടി തുടങ്ങുന്നത്. അവിടുന്ന് നമ്മൾ ആർപ്പ് വിളിച്ചു. അതെ 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 അതെ, ബിഎഡിന്റെ കുട്ടികളാണല്ലോ. അപ്പം വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെ ഭയങ്കര രസമായിരിക്കും സെലിബ്രേറ്റ് ചെയ്യും. ഓണത്തിന് ഡാൻസ് ഒക്കെ കളിക്കാൻ തോന്നുന്നല്ലോ അവിടെ? അതില്ല. ഒരു പാട്ട് പാടും ഞങ്ങൾക്ക് വേണ്ടി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല കള്ളത്തരങ്ങളൊട്ടുമില്ല. അടിപൊളി മതി. അടിപൊളി അടിപൊളി അടിപൊളി.
പാട്ട് അടിപൊളിയായിരുന്നു. അപ്പൊ കോളേജ് സെലിബ്രേഷൻ എന്തായാലും പാട്ട് പാടണം. ഈ പാട്ട് ഉറപ്പായിട്ടും പാടണം. പാടും കോളേജിലെ കുട്ടികളോട് കൂടെ നമ്മൾ പാടാറുണ്ട്. എല്ലാരുമായിട്ട് അടിച്ചു പൊളിച്ച് പാടാം. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുമ്പോ പാട്ട് അറിയാവുന്ന വരികൾ പോലും തെറ്റിപ്പോകും. കുഴപ്പമില്ല, ഓണമല്ലേ, നമ്മൾ എല്ലാരും അതെ അതെ അതെ. പിന്നെ ഓണമൊക്കെ എത്താറായി. അപ്പൊ ഓണമൊക്കെ അടിച്ചു പൊളിക്ക്. തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സെലിബ്രേഷൻ ആണ് ഓണം എന്ന് പറയുന്നത്. അതെ, ഈ ഓണം കഴിഞ്ഞ അടുത്ത ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. പ്രത്യേകിച്ച് എന്താ ഞാൻ പറഞ്ഞല്ലോ, കോളേജിലെ ഓണം അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യും. നമ്മുടെ കുട്ടികളായാലും എല്ലാവരും, പിന്നെ നമ്മൾ കായംകുളത്തുകാരും എല്ലാം ആഘോഷിക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഓണക്കോടി എടുത്തോ? ഓണക്കോടി നേരത്തെ എടുത്ത് വെച്ചു. അതെ, എന്നെ സംബന്ധിച്ച് ഇത് ഉടുക്കുന്നത് ഓണത്തിനാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മള് എല്ലാവരും ടീച്ചേഴ്സ് എല്ലാം എല്ലാവരും തന്നെ അത് നേരത്തെ റെഡിയാക്കി ആഘോഷിക്കാൻ റെഡി ആയിരിക്കും. ഓണം ദിവസം എത്തിയാൽ മാത്രം. തീർച്ചയായിട്ടും. കാരണം എന്റെ വീട്ടിൽ നല്ലതായിട്ട് ഓണം ആഘോഷിക്കും. ഫ്രണ്ട്സ് എല്ലാം ഇവിടെ കുറച്ച് ഓട്ടോ ചേട്ടന്മാർ നിൽപ്പുണ്ട്. അപ്പൊ കായംകുളത്ത് ഏറ്റവും പവർഫുൾ ഓട്ടോ ചേട്ടന്മാരാണ്. നമുക്ക് അവരോട് ഓണവിശേഷങ്ങളൊക്കെ എന്തായാലും തിരക്കാം. ഹായ്, പേരെന്താ? എന്റെ പേര് ഷിജാർ. ഉണ്ണി. പേരെന്താ? ഹരികൃഷ്ണൻ. അപ്പൊ എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ എന്തായി? ഓണവിശേഷം എന്ന് പറയാൻ ഈ പ്രാവശ്യത്തെ ഓണം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് പോകുന്നത് നമുക്ക് ഓൾറെഡി. കാരണം എന്താ വെച്ചാൽ ഓട്ടം വളരെ മോശമാണ്. പിന്നെ അതുപോലെ തന്നെ റോഡിന്റെ ബ്ലോക്ക്, അപാര ബ്ലോക്കാണ് KP റോഡ് മൊത്തം. നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പോകണമെങ്കിൽ തന്നെ മണിക്കൂറുകളിൽ എടുക്കും തിരിച്ചു വരാൻ. ഒരു 70 രൂപയുടെ ഒരു ഓട്ടം പോയി കഴിഞ്ഞാലും മണിക്കൂർ എടുക്കും തിരിച്ചു ഇവിടെ എത്താൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്, തള്ളി നീക്കിക്കൊണ്ട് പോവാ. ഓണമൊക്കെ എത്തുമ്പോഴത്തേക്ക് എല്ലാം ശരിയായിരിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ എന്റെ വൈഫുണ്ട്, 2 മക്കളുണ്ട്, പാപ്പ, ഉമ്മ. എല്ലാരും ഓണം ഒരുങ്ങാനായിട്ട് റെഡി ആയോ? എല്ലാരും ഓണം ഒരുങ്ങാനായിട്ട് റെഡി ആയിരിക്കാം. നമുക്ക് അതുപോലെയുള്ള പ്രതീക്ഷകളാ. ഓണക്കോടിയൊക്കെ എടുത്ത എല്ലാവർക്കും? ഒന്നും എടുത്തിട്ടില്ല. ഓണം ആവാറാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം അടിപൊളിയാവും. കായംകുളത്ത് ഓണത്തിരക്കുകളൊക്കെ തുടങ്ങി. അപ്പൊ ഇനി കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഓണത്തിരക്കുകളൊക്കെ ആയി ആകെ മൊത്തം ബഹളവും. കായംകുളത്തെ ഓണം ഭയങ്കര എനർജിയുള്ള ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അടുത്ത ദിവസം നമ്മൾ അതിമനോഹരമായ ഓണവിശേഷങ്ങളും ഒരുപാട് തിരക്കുകളും കായംകുളത്തെ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. എന്റെ പേര് വൃന്ദ. താങ്ക് യു.